നമ്മുടെ ഇന്നത്തെ മീറ്റിംഗ് ഉദ്ഘാടനം ചെയ്യുന്നതിനായി കടന്നൂർ വാർഡ് മെമ്പർ അനന്ത മാത്യുമ്മ, നമ്മുടെ പ്രഥമാധ്യാപിക ജോൾ ടീച്ചർ, ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും കടന്നു വന്ന് പേരൻസ്, എൻ്റെ സഹപ്രവർത്തകർ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം, സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ്. സ്കൂളിൻ്റെ പ്രധാന അധ്യാപിക ജോളി ടീച്ചർ, ക്ലാസ് എടുക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട ടീച്ചർ, ഇന്ന് ജില്ലാ പഞ്ചായത്തിൻ്റെ ഒരു പ്രോജക്റ്റാണ് സമ്പൂർണ്ണ രക്ഷകർത്തൃ. നമ്മൾ മാറ്റിയെടുക്കണം, അല്ലാതെ എനിക്കത്തില്ല എന്നില്ല. കഴിഞ്ഞാണെങ്കിൽ ഒരു കുട്ടി മൊബൈല്, ആങ്ങളെയും പെങ്ങളും കൂടി ഇരുന്ന് മൊബൈലിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ്. അപ്പോൾ ആങ്ങളെ മൊബൈൽ കൊടുത്തില്ല എന്ന് പറഞ്ഞ് പെങ്ങൾ പോയി. പെങ്ങളെ കുറച്ച് നേരത്തെ കണ്ടില്ല, എന്തുവാ ജനലയിൽ ഒരു ഷോൾ വെച്ച് ആത്മഹത്യ, കുഞ്ഞങ്ങ് മരിച്ചു. ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഒരു റീസണും ഇല്ലാത്ത കാര്യമാണ്. മൊബൈൽ കളിക്കാൻ ഉടനെ കിട്ടിയില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുന്ന ഒരു കാലഘട്ടം അങ്ങനെയൊക്കെ. നമുക്കറിയാം ഈ സാമൂഹ്യ മാധ്യമങ്ങൾ ഒക്കെ ഇപ്പോൾ അതിപ്രസരമാണ്. നമുക്ക് കുഞ്ഞുങ്ങൾക്ക് കാണാമത്തെ എന്ത് പ്രതിസന്ധി ഉണ്ടായാലും ദൈവമുണ്ട്, പേരൻസ് ഉണ്ട്, അല്ലെ എൻ്റെ സഹോദരനുണ്ട്, സഹോദരിയുണ്ട് എന്നുള്ളൊരു ചിന്താഗതി ഉണ്ടാവാനുള്ള സാഹചര്യങ്ങൾ ഇപ്പോഴേ കുഞ്ഞുങ്ങൾ. ഞാൻ ആദ്യമായിട്ട് പറയുകയാണ്, ചോദ്യം ചോദിക്കുന്നതും ഞാൻ തന്നെയാണ് ഉത്തരം പറയുന്നതും. സാരമില്ല, എന്നാലും റെസ്പോണ്ട് ചെയ്യണം. നിങ്ങൾക്ക് പറ്റുന്ന ഉപയോഗം പോലുള്ള അപകടങ്ങളിലേക്ക് നയിച്ചേക്കാം. ആത്മാവിശ്വാസക്കുറവ് തുടങ്ങിയ മാനസിക പ്രശ്നങ്ങൾ വരാൻ സാധ്യത കൂടുതലാണ്. ഇപ്പോഴത്തെ കുട്ടികളുടെ പ്രധാനപ്പെട്ട പ്രശ്നമാണ് വിഷാദം, ഡിപ്രഷൻ, അല്ലേ? എല്ലാം നമ്മൾ ഈ പറഞ്ഞിട്ട് ആദ്യം പറഞ്ഞ പോലെ അമിതമായിട്ട് നമ്മൾ വാത്സല്യവും സ്നേഹവും കൊടുക്കും. കുട്ടികൾ എന്ത് പറയുന്നു അത് വാങ്ങിച്ചു കൊടുക്കും. അപ്പം അടുത്ത നിമിഷം നമുക്ക് ദേഷ്യം വരും, നമ്മൾ എഴുന്നേറ്റ് പോകും. അങ്ങനെയല്ല, നമ്മൾ ആ കാര്യത്തിൽ ഒരു ക്ഷമ കാണിക്കുക, ഒരു ക്ഷമയുടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക, വിശ്വാസം വളർത്തുക. നമ്മളുടെ അടുത്ത് വന്നാൽ പരിഹാരമുണ്ട്, എന്ത് പ്രശ്നത്തിനും പരിഹാരമുണ്ടെന്ന് കുഞ്ഞിന് ബോധ്യപ്പെട്ടാൽ കുഞ്ഞ് ഉറപ്പായിട്ടും തെറ്റിപ്പോകത്തില്ല, നമ്മളുടെ അടുത്ത് തന്നെ വരും. എന്ത് പ്രശ്നം വന്നാലും ആ ഒരു വിശ്വാസം ആ കുഞ്ഞുങ്ങളിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് യഥാർത്ഥമായിട്ടുള്ളൊരു പേരൻസ് ചെയ്യേണ്ടത്. അപ്പോൾ അവർക്ക് നമ്മളടുത്ത് പറയാൻ നമ്മൾ സ്വാതന്ത്ര്യം കൊടുക്കത്തില്ല. എന്നോട് നമ്മൾ പറയേണ്ട പറഞ്ഞ് ദേഷ്യപ്പെട്ടാൽ പറയത്തില്ല. അവരടുത്ത് സ്നേഹം കാണിക്കുന്നവരടുത്ത് എന്ന് പറയും. അതാരുമാകാം, ഈ പറഞ്ഞിട്ടുണ്ട് ചതിക്കുഴികളായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് നല്ല വിശ്വാസം വളർത്തിയെടുക്കുക, സ്വാതന്ത്ര്യം നൽകുക, നന്നായിട്ട് ശ്രദ്ധയുള്ളവരാണ്. അപ്പോൾ അവർക്ക് ഈ ഹോർമോണൽ ചേഞ്ചസ് ഒക്കെ കൊണ്ടാണ് ഇതെല്ലാം അവർക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, തിരിച്ചറിയുക. നമ്മൾ ഇങ്ങനത്തെ കാണുമ്പോൾ പെട്ടെന്ന് ദേഷ്യപ്പെടും, അല്ലേ? ഇതെന്താ കിടന്ന് കരയുന്നത്? ഇതൊക്കെ ദേഷ്യപ്പെടുകയല്ലേ ചെയ്യുന്നത്? ആ ദേഷ്യം അവരിൽ ഉണ്ടാക്കുന്ന മാനസിക സമ്മർദ്ദം വേറൊന്നായിരിക്കും. ചില ഹോർമോൺ കൂടുതലുള്ള ആഹാര സാധനങ്ങളൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട് കുഞ്ഞുങ്ങൾക്ക്. അതുകൊണ്ട് കുഞ്ഞുങ്ങളുടെ ശാരീരികമായിട്ട് വളർച്ച വേഗത്തിലാകാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ മാറ്റങ്ങൾ മനസ്സിലാക്കിയിരിക്കുക തന്നെ വേണം. അപ്പോൾ അതിൻ്റെ കാണണം, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ പൊതുവായിട്ട് എന്താണ് മാനസികമായിട്ട് കുഞ്ഞുങ്ങൾക്ക് മാറ്റം ഉണ്ടാകുന്നത്? ഹോർമോൺ മാറ്റങ്ങൾ കാരണം ഈ പ്രായത്തിൽ കുഞ്ഞുങ്ങൾക്ക് ദേഷ്യം, സങ്കടം, സന്തോഷം തുടങ്ങിയ വികാരങ്ങൾ പെട്ടെന്ന് മാറി മറിയും. ഇപ്പം തന്നെ നമുക്കറിയാം, ഇല്ലേ? വീട്ടിൽ ഇല്ലേ? എല്ലാവരും കണ്ടെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാനുള്ള അവസരമാണിത്. ഏറ്റവും അർത്ഥവത്തായിട്ടുള്ളൊരു ക്ലാസ്സായിരുന്നു നടന്നുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ഒരു പൊതുവായിട്ടുള്ള അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ, എന്ന സ്കൂളിൽ നിന്ന് വടി ഉപേക്ഷിച്ച് കുട്ടികൾ അധ്യാപകർ ഫ്രണ്ട്സായി എന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ പറയുന്നു. പണ്ടാണെങ്കിൽ ഇപ്പോഴും ഞാൻ ഇതിനെ പറഞ്ഞാണ്. അപ്പം എൻ്റെ പ്രായം എന്ന് പറയുന്നത് 31 വയസ്സാണ്. അപ്പോൾ ഞാൻ ഇവിടെ പഠിച്ച ഒരാളാണ്. ജോളി ടീച്ചർ എന്നെ പഠിപ്പിച്ചു. അപ്പോൾ ടീച്ചർ ആ ഒരു സമയം മുതൽ നമ്മളെ കാണുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഒരു പേരൻ്റ് എന്നുള്ള രീതിയിലേക്ക് വന്നപ്പോൾ എനിക്ക് ചില പ്ലാനിങ് ഉണ്ടായിരുന്നു. കാരണം എൻ്റെ അച്ഛനും അമ്മയെന്ന് പറയുമ്പോൾ അവർ ജീവിച്ചൊരു കാലഘട്ടത്തിലല്ല ഇപ്പോൾ നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ രണ്ടും തമ്മിൽ ഒരുപാട് അന്തരമുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു വിഷയം എന്ന് പറയുന്നത് വളരെ ആനുകാലിക പ്രസക്തി ഒരു വിഷയമാണ്. ടീച്ചർ നമുക്ക് വളരെ വ്യക്തമായിട്ട് ക്ലാസ് എടുത്തത്. എനിക്കത് കംപ്ലീറ്റ് ആയിട്ട് ഇരിക്കാൻ പറ്റിയില്ലെങ്കിൽ കൂടി കേട്ടത് എനിക്കത് വളരെ നമുക്ക് ഒത്തിരി യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമായിട്ടാണ് തോന്നുന്നത്. അപ്പം ഞാനിപ്പം എൻ്റെ കുഞ്ഞിനെ വളർത്തുന്ന ഒരു സമയത്തേക്ക് വന്നപ്പോൾ എൻ്റെ പേരൻസിന് എവിടെയൊക്കെ ഒരു വീഴ്ച പറ്റി, അല്ലെങ്കിൽ അവർ ഏതൊക്കെ രീതിയിൽ എന്നോട് ഇടപെട്ടെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് എനിക്ക് ചില സാഹചര്യങ്ങളിൽ തോന്നിയിട്ടുണ്ട്. അപ്പം ആ ഒരു പോയിന്റ്സ് ഒക്കെ എടുത്തത് അത് ആ ഒരു ചിന്ത എൻ്റെ മകൾക്ക് വരരുത്
സ്ട്രേഞ്ചറുടെ അടുത്ത് കൊണ്ടുപോയി പെൺപിള്ളേരെ ഒരിക്കലും നമ്മൾ ഇരുത്തില്ല. പക്ഷെ ഒരു ആൺകുഞ്ഞിനെ അവിടെ കൊണ്ടിരുത്തും. കാരണം അവർക്കൊന്നും വരില്ലല്ലോ എന്നൊരു ചിന്ത നമുക്ക് എല്ലാവർക്കും ഉണ്ട്. പക്ഷെ അവർക്ക് അതിനേക്കാളേറെ സംഭവിക്കുന്നുണ്ട്. പക്ഷെ അവർക്കത് പറയാനുള്ള ഒരു വോയിസ് അവർക്ക് കിട്ടുന്നില്ല. അപ്പൊ നമ്മുടെ പേരൻസ് ആണ് ചിലത് അവതരിപ്പിക്കുകയുണ്ടായി. നമ്മളിപ്പം ഞാൻ ഓരോ കാര്യങ്ങളും ശ്രദ്ധിച്ചു. നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി കേട്ടിരുന്നു. കാരണം എന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ അഭിപ്രായം പറയുന്നത് നമുക്കിപ്പോൾ ഇവിടെ 2.5 വയസ്സുള്ള കുഞ്ഞുങ്ങൾ മുതൽ 4ാം ക്ലാസ് വരെയുള്ള കുഞ്ഞുങ്ങളെയും അപ്പോൾ അവരെ സംബന്ധിച്ച് പറഞ്ഞാൽ ഈ ലഹരിയുടെ ഇതിലേക്കൊന്നും ഇപ്പോൾ പോകും. പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, നമുക്കിതിൽ മുതിർന്ന കുഞ്ഞുങ്ങൾ നമ്മുടെ വീട്ടിലുണ്ട്. അപ്പോൾ അവർക്ക് ഈ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ട് അവരിലേക്ക് ഇത് അപ്ലൈ ചെയ്യും. അതാണ് എൻ്റെ അഭിപ്രായം. കാരണം ഞാൻ ഇത് പല പേരൻസ് മീറ്റിങ്ങിലും ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ ഉന്നയിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ നിങ്ങളോട് നിസ്സാരമായിട്ട് കാര്യം പറയാം. ഇപ്പോൾ ഇന്നലെ മൈലപ്രായം നടന്ന സംഭവമാണ് ഞാൻ പറയാൻ പോകുന്നത്. ഒരു ചെറിയൊരു പയ്യൻ അവനൊരു കീറിയ പാൻറ്റിട്ട് അവൻ്റെ കയ്യിൽ ഒരു ബാഗ്. സ്നേഹം അറിയിക്കുന്നു. ഏറ്റവും ഉപരി നമ്മുടെ പേരൻസ് ആണ്. ഇത്രയും പേര് കടന്നു വന്നു. ഇന്നൊരു വർക്കിംഗ് ഡേ ആണ്. എന്നിരുന്നപ്പോഴും നിങ്ങൾ എല്ലാവരും സമയം കണ്ടെത്തി നിങ്ങൾ വന്നു. ഏവരോടും ഒറ്റ വാക്കിൽ നന്ദി പറയുന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.